മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഓച്ചിറ വലിയ കുളങ്ങര ക്ഷേത്രത്തിലെ പ്രോഗ്രാമില് നമ്മുടെ തലസ്ഥാന നഗരിയിലെ മേയർ വി രാജേഷ് നടത്തിയ ഒരു പ്രസംഗത്തിലെ ചെറിയൊരു ഭാഗം ഞാനൊന്ന് മുന്നോട്ട് വെക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ഈ വിദേശ രാജ്യങ്ങളിൽ മെഡിസിൻ പഠിക്കാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ പോയിട്ടുണ്ട്. ഈ യുക്രൈനിൽ നിന്നും റഷ്യയിലുമൊക്കെ തന്നെ എൻ്റെ ഗ്രാമത്തിൽ നിന്നൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. അവർ തമ്മിൽ യുദ്ധം നടന്നപ്പോൾ എല്ലാ രാജ്യത്തു നിന്നും പോയ കുട്ടികളൊക്കെ തന്നെ അവരവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ ശ്രമിച്ചു. എല്ലാവർക്കും എത്താനും സാധിച്ചു. നമ്മുടെ കർണാടകത്തിൽ നിന്ന് പോയ ഒരു കുട്ടി ഒഴിച്ച് ബാക്കി ഇന്ത്യയിൽ നിന്ന് പോയ എല്ലാവരും സേഫായിട്ട് ഇവിടെ എത്തി. ലോകം മുഴുവൻ ശ്രദ്ധിച്ചത് പാകിസ്ഥാനിൽ നിന്നും യുക്രൈനിൽ പഠിക്കാൻ പോയ ഒരു കുട്ടി പെൺകുട്ടിയാണ്. തിരിച്ച് പാകിസ്ഥാനിലെത്തിയിട്ട് അവൾ പറഞ്ഞു, ഞാൻ ഭാരതത്തിൻ്റെ ദേശീയ പതാക ഞങ്ങളുടെ ബസ്സിൻ്റെ മുകളിൽ പാർപ്പിച്ചിരുന്നത് കൊണ്ടാണ് എനിക്ക് സുരക്ഷിതമായിട്ട് എൻ്റെ നാട്ടിലെത്താൻ സാധിച്ചെന്ന് പാകിസ്ഥാനി പെൺകുട്ടി പാകിസ്ഥാനിൽ പോയി പറഞ്ഞു. അപ്പോൾ പലരും ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഭാരതത്തിൻ്റെ പതാക കിട്ടി? അപ്പോൾ കുട്ടി പറഞ്ഞത്, നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ വിമാനം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ വരുന്നില്ല, ഈ അടുത്ത സമയത്തൊന്നും വരുന്നില്ല എന്ന് വരുമ്പോഴേക്കും സൈറൺ മുഴങ്ങും. അപ്പോൾ അവർക്ക് ബങ്കറിൽ നിന്നും പുറത്ത് കടന്ന് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. വീണ്ടും ശത്രുരാജ്യത്തിൻ്റെ വിമാനം റഡാറിൽ പതിയുമ്പോഴേക്കും അലാറം കേൾക്കും. അപ്പോൾ തിരിച്ച് ബങ്കറിൽ കയറണം. ഇതാണല്ലോ അവിടുത്തെ സിസ്റ്റം. യുദ്ധം നടക്കുന്ന രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ പുറത്ത് പോകാനുള്ള സൈറൺ മുഴങ്ങിയപ്പോഴേക്കും ഈ കുട്ടി പോയിട്ട് ഭക്ഷണം അല്ല വാങ്ങിച്ചത്, മറിച്ച് ക്ലോത്ത് തുണി വാങ്ങിയിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക വരയ്ക്കുള്ള ചിഹ്നം ചായ നിറങ്ങളും കൂടി വാങ്ങി ബങ്കറിനകത്ത് പോയിട്ട് പാകിസ്ഥാനി കുട്ടി ഇന്ത്യയുടെ ദേശീയ പതാക വരയ്ക്കുകയായിരുന്നു. എന്നിട്ട് അവരുടെ ബസ്സിന് മുകളിൽ പിടിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ സുരക്ഷിതമായി എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇറാനൊക്കെ ആയിട്ട് യുദ്ധം നടന്നപ്പോഴേക്കും ഇറാൻ ഭരണാധികാരി പറഞ്ഞത്, ഭാരതത്തിൻ്റെ കപ്പലുകൾക്ക് വാതകം കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ സുരക്ഷ ഒരുക്കുമെന്നാണ് പറഞ്ഞത്. പാകിസ്ഥാൻ്റെ പറഞ്ഞില്ല, ബംഗ്ലാദേശിൻ്റെ പറഞ്ഞില്ല, ശ്രീലങ്കയുടെ പറഞ്ഞില്ല. ഈ അവസ്ഥയിലേക്ക് ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ കിടന്നിരുന്ന ഒരു രാഷ്ട്രം ഇന്ന് ലോകത്ത് ഈ അവസ്ഥയിലേക്ക് മാറിയെങ്കിൽ മറ്റൊന്നുമല്ല, ഈ ഗ്രാമപ്രദേശങ്ങളിൽ നടത്തുന്ന ഈ ഒത്തൊരുമയും കൂട്ടായ്മയും നമ്മുടെ ഇതുപോലുള്ള എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വനങ്ങളിലും അതുപോലെ തന്നെ നദിക്കരയിലും ഇരുന്നുകൊണ്ട് ഇതുപോലുള്ള സന്യാസി വര്യന്മാർ തപസ്സു ചെയ്തെടുത്ത ഒരു സംസ്കാരത്തിൽ നമ്മൾ ഉറച്ചു നിന്നതുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ആ സംസ്കാരം നിലനിർത്തുവാൻ, ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ പങ്കെടുക്കാൻ കഴിയുന്നത് പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി. നിങ്ങൾ കേട്ടില്ലേ? നമ്മുടെ സംസ്കാരത്തിലൂന്നിയ പ്രവർത്തനങ്ങൾ കൊണ്ടു തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ വിജയം എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത വിഷയ. മേയർ ഓരോ ഭാഗങ്ങളും എടുത്തെടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഏത് മേഖലയിലുള്ള വിജയം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം തന്നെയാണ് എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത വിഷയ. ആ സംസ്കാരം എത്രത്തോളം ലോകത്ത് സ്വീകാര്യമായിരിക്കുന്നു എന്നുള്ളതിന്റെ ലേറ്റസ്റ്റ് തെളിവുകളല്ലേ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പോലും കൈകൂപ്പിക്കൊണ്ട സ്വീകരിക്കാറുള്ളത്. നമ്മുടെ സംസ്കാരം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഏറ്റെടുത്തു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യ. എൻ്റെ ഇസ്രായേൽ യാത്രയുമായി ബന്ധപ്പെട്ടും നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തിൽ അവർ നമ്മളെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഒരു ഇന്ത്യൻ എന്ന നിലയിൽ വലിയ അഭിമാനം കൊള്ളാൻ അവസരം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഓരോ മലയാളിയും തിരിച്ചറിയാൻ നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ അഭിമാനം. ഈ ഒരു പ്രസംഗം എടുത്ത് മുന്നോട്ട് വെക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഇതേ സമയത്ത് തന്നെ നമ്മുടെ കേരളത്തില് നമ്മുടെ സംസ്കാരത്തെ തച്ചുടച്ചുകൊണ്ട മുസ്ലിം ലീഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ MLA മാര് MP ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിന്റെ വീഡിയോ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അതിലൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അതായത് നിലവിളക്ക് പോലും കത്തിക്കുന്നില്ല. മുസ്ലിം ലീഗിന്റെ MLA ആയിട്ടുള്ള PMA സമീർ, അതേപോലെ തന്നെ കുറുക്കോളി മൊയ്തീൻ എന്ന് പറയുന്ന മറ്റൊരു MLA, അതേപോലെ തന്നെ MP ആയിട്ടുള്ള അബ്ദുൽ സമദ് സമദാനി, ഈ 3 പേരും നിലവിളക്ക് പോലും കത്തിക്കുന്നില്ല. തിരൂരിലെയും പരപ്പനങ്ങാടിയിലെയും നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന പ്രോഗ്രാമിലാ ഈ കാഴ്ച നമ്മൾ കാണുന്നത്. നമ്മുടെ നാടിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തെ അല്ലേ ഇവന്മാർ ഈ പുറം തിരഞ്ഞ് നിൽക്കുന്നത്? ഇതെങ്ങനെയാണ് ഈ രാജ്യത്തോട് സ്നേഹമുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക? നെഹ്റുവിന്റെ കാലത്ത് പോലും നിലവിളക്കൊക്കെ കൊളുത്തി തന്നെയാ, നിലവിളക്ക് കത്തിച്ചൊക്കെ തന്നെയാ മുന്നോട്ട് പോയിട്ടുള്ളത്. നെഹ്റുവിന്റെ കാലം നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാര. നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് എവിടെയാ? മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന UDF ഭരിക്കുന്ന കേരളത്തിൽ അതറിയാറുണ്ട്. മുസ്ലിം ലീഗിന്റെ MLA മാർ എന്തുകൊണ്ട് നിലവിളക്ക് കൊളുത്തുന്നില്ല? ഇത് കൃത്യമായിട്ട് മമ്മൂട്ടി ഒരു വിഷയത്തിൽ അബ്ദുൾ റബ്ബിനോട് കൃത്യമായിട്ട് തുറന്നടിച്ചിട്ടുണ്ട്. ഞാനൊരു മുസൽമാനാണ്, നിങ്ങൾ ഈ നിലവിളക്ക് കത്തിക്കാതെ പോകുന്നത് നെറുകേടാണ് എന്ന് മുഖത്ത് നോക്കി മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്.
ബോധമുള്ള ഓരോ മുസൽമാനും, ബോധമുള്ള ഓരോ മലയാളിക്കും, ബോധമുള്ള ഓരോ ഇന്ത്യക്കാരനും അറിയാം, നിലവിളക്ക് കത്തിക്കുന്നത് നമ്മുടെ സംസ്കാരമാണ്. അത് ആരാധന എന്നൊക്കെ പറഞ്ഞ് അത് ഹൈന്ദവ വിശ്വാസമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് ലളിതമായിട്ട് മുന്നോട്ട് വെക്കാം. ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ട് തന്നെയാ. അതേതെങ്കിലും ഒരു മതത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസത്തിനോ എതിരായിട്ട് പറയുന്നതല്ല. ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ട് തന്നെയാ. അത് കരുതിയിട്ട് ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ. ഈ അടുത്ത് UAE നിന്ന് വന്നിട്ടുള്ള ഒരു വാർത്ത ഞാനൊന്ന് മുന്നോട്ട് വെക്കാം. ഇവിടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു, ഈ UAE ഡ്രസ്സൊക്കെ ഇട്ട് UAE ദേശീയ വസ്ത്രമൊക്കെ അണിഞ്ഞ് ഇവിടെ വലിയ രീതിയിൽ അഭിമാനം കൊണ്ട് നടക്കുന്ന ആളുകൾ. അവരുടെയൊക്കെ മണ്ടക്കടിച്ചതുപോലെ UAE ഒരു പ്രഖ്യാപനം നടത്തിയില്ലേ, തോന്നിയതുപോലെ ഞങ്ങളുടെ ദേശീയ വസ്ത്രം ഉപയോഗിക്കരുത് എന്ന്. അവിടെ ഞങ്ങൾ മുസ്ലിമായെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. UAE അവർക്ക് അവരുടെ രാജ്യത്തെ പൗരന്മാർ ആ ഡ്രസ് ഇട്ടാൽ മതി. അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്ത ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. സോഷ്യൽ മീഡിയ ഉള്ളടക്കത്തിലും പരസ്യങ്ങളിലും എമിറാത്തി ദേശീയ വസ്ത്രം ധരിക്കുന്നത് UAE പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന സമീപകാല നയത്തിന് പിന്നിലെ യുക്തി ഒരു ഉന്നത UAE ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. വാണിജ്യ പ്രമോഷനുകളിൽ എമിറാത്തികളല്ലാത്തവർ പരമ്പരാഗത വസ്ത്രധാരണം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ വർദ്ധിച്ചു വരുന്ന പൊതുജന അതൃപ്തിയുടെ പ്രതികരണമായാണ് ഈ നീക്കം. ഒരു മാധ്യമ സമ്മേളനത്തിനിടെ നടത്തിയ പ്രസ്താവനയിൽ നാഷണൽ മീഡിയ അതോറിറ്റി സെക്രട്ടറി ജനറൽ ഡോക്ടർ ജമാൽ മുഹമ്മദ് അൽ കാബി ആശങ്കകൾ നേരിട്ട് ഉന്നയിച്ചു. എമിറാത്തി വസ്ത്രം ധരിച്ച ചിലർ, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങളിൽ എമിറാത്തി അല്ലാത്ത ഭാഷകൾ ഉപയോഗിച്ച് അവതരിപ്പിച്ച പരസ്യങ്ങളുടെ സാന്നിധ്യം ഞങ്ങളിൽ പലരെയും അസ്വസ്ഥരാക്കി അദ്ദേഹം പറഞ്ഞു. അതായത് കൃത്യമായ ന്യൂസാ. അവരുടെ കന്തൂറ മറ്റ് രാജ്യക്കാർ, അത് മുസ്ലിം ധരിക്കണ്ട, ഹിന്ദു ധരിക്കണ്ട, ക്രിസ്ത്യാനി ധരിക്കണ്ട എന്നല്ല UAE പറഞ്ഞത്. അവരുടെ രാജ്യക്കാര് മാത്രം ധരിച്ചാൽ മതി. മറ്റ് രാജ്യത്ത് ഏത് മതമായിക്കൊള്ളട്ടെ, അവരൊക്കെ അവിടെ നിൽക്കട്ടെ. അവരുടെ ദേശീയത അവർ കൃത്യമായിട്ട്, അതായത് അറബ് രാജ്യങ്ങൾ അവരുടെ സംസ്കാരത്തിൽ പ്രൗഢിയോടുകൂടി തന്നെ മുന്നോട്ട് വന്ന് നമ്മൾ അതിനാരും എതിർക്കുന്നില്ല. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഈ കൈകൂപ്പുന്നതും ഈ പറയുന്ന നിലവിളക്ക് കൊളുത്തുന്നതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരമാണ്, നമ്മുടെ അഭിമാനമാണ്. അതിൽ ഞാൻ ഇന്ന മതമാണ്, ഞാൻ അതിലേക്കില്ല എന്നൊക്കെ പറയുന്നത് പച്ചവർഗീയവാദികൾക്ക് അത് പറയാൻ സാധിക്കൂ? മറ്റൊരു രാജ്യത്തേക്കോ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തേക്കും പോയിട്ട്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിട്ട് ഞാൻ ഇന്ന മതത്തില, ഞാനും നിങ്ങൾക്കൊപ്പം നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ പോടാവിടുന്നു എന്ന് കൃത്യമായിട്ട് ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വെക്കും. ഗൾഫ് രാജ്യങ്ങൾ പലസ്തീനികളെ പോലും അടുപ്പിക്കാറില്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. ഒരു പലസ്തീൻ കൊടി പോലും ഗൾഫ് രാജ്യങ്ങളിൽ ഉയർത്താൻ സമ്മതിക്കൂല. അതാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ലോകത്തെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഉന്നതമായ, ഏറ്റവും മഹത്തായ സംസ്കാരമുള്ള ഒരു രാജ്യത്താ നമ്മൾ പിറന്നു വീണിട്ടുള്ളത്. അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പുണ്യമാണ്. അത് ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെ ഉത്തരവാദിത്തം. അപ്പൊ ഈ ഒരു പ്രസംഗമൊക്കെ നടത്തുമ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് നിലവിളക്ക് പോലും കൊളുത്താതെ ജനപ്രതിനിധികൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മലയാളികൾ ഇത്തരം ജനപ്രതിനിധികളെ, മുസ്ലിം ലീഗിന്റെ MLA-മാരെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുത്തണം. നമ്മുടെ സംസ്കാരത്തെ അപമാനിക്കുന്നവരാണ് മുസ്ലിം ലീഗ് MLA-മാർ. അതേസമയം നമ്മുടെ സംസ്കാരത്തെ അഭിമാനത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് PV രാജേഷിന്റെ നേതൃത്വത്തിലാണ്. ഇതൊക്കെ നമ്മൾ മലയാളികൾ തിരിച്ചറിയണം. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ സാധിക്കൂ. നമ്മുടെ രാജ്യമുണ്ടെങ്കിലേ നമ്മളുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നമ്മൾ അഭിമാനം കൊള്ളണം നമ്മുടെ സംസ്കാരത്തിലൊക്കെ. എന്നാൽ ഇവിടെ മുസ്ലിം ലീഗ് നെറുകേടാണ്. നമ്മൾ മലയാളികളോട്, ഈ രാജ്യത്തോട് തന്നെ മുസ്ലിം ലീഗ് നെറുകേടാണ് നിലവിളക്കൊക്കെ കൊളുത്താതെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും സകല മലയാളികളും തിരിച്ചറിയുക.